ഒരു ദിവസം നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരെല്ലാം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിങ്ങൾ ഒഴികെയുള്ള ബാക്കി മനുഷ്യരെല്ലാം റോബോട്ടുകളായി മാറുന്ന ഓർത്തു നോക്കൂ. എല്ലാവർക്കും ഒരേ ചിന്തകൾ, ഒരേ ഭാവം, ഒരേ സ്വഭാവം, എന്തിനും ഏതിനും ഉത്തരമുള്ള, എല്ലാ ഭാഷയും അറിയുന്ന, എല്ലാം അറിയുന്ന ചാറ്റ്ജിപിടിയോ ജെമിനിയോ ഒക്കെ ആയിട്ട് മാറുന്നത്. ചാറ്റ്ജിപിടിയിൽ ചോദ്യം ചോദിച്ച് ഉത്തരം കണ്ടെത്തുന്നത് പോലെ നിങ്ങളുടെ മനുഷ്യരോട് സംസാരിക്കേണ്ടി വരുന്ന ഓർത്തു നോക്കൂ. ഈ പറഞ്ഞ പ്ലോട്ടിനേക്കാൾ ഹൈലി ഹോണ്ടിങ് ആൻഡ് ഇൻട്രൂഗിങ് ആണ് പ്ലൂരിബസ്, വിൻസ് ഗില്ലിഗന്റെ ദ പെർഫെക്റ്റ് അറ്റ് പ്ലൂരിബസ്. ലാബിൽ പരീക്ഷണത്തിനായി കരുതിയ എലികളിൽ ഒന്നിൽ നിന്നും ഒരു വൈറസ് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നു. കോവിഡ് പരന്ന ഓർമ്മയില്ലേ? അതിൽ 100 1000 മടങ്ങ് വേഗത്തിൽ. നിന്ന നിൽപ്പിന് ലോകത്തെ മുഴുവൻ യാന്ത്രികമായ ഒരു ഹാപ്പിനെസ്സിലേക്ക് എന്തോ ആരോ മനുഷ്യനെ തളച്ചിടുന്നു. ഒറ്റ മനസ്സായി മുന്നേറണമെന്നൊക്കെ പണ്ട് പഠിച്ചിരുന്നില്ലേ? പൂർണ്ണാർത്ഥത്തിൽ ലോകം ഒരൊറ്റ മനസ്സായി മാറുന്നു. എല്ലാം മാറുന്നു. എങ്ങും സന്തോഷവും സമാധാനവും മാത്രം. യുദ്ധമില്ല, കലാപമില്ല, വേർതിരിവുകളൊന്നുമില്ല. പക്ഷെ ഒരാൾക്ക് മാത്രം മാറ്റമില്ല, വിഖ്യാത എഴുത്തുകാരി കാരൽ. അവരിൽ മാത്രം പഴയ അതേ ഡെസ്പിറേഷൻസ്, അതേ ഡിസപ്പോയിന്റ്മെന്റ്സ്, ആങ്സൈറ്റി, കൂടുതൽ പേടികൾ, ഒപ്പം കഠിനമായ ഗ്രീഫും. ആ ലോകത്ത് എങ്ങനെ കാരൽ സർവൈവ് ചെയ്യും? ഇൻഡിവിജ്വാലിറ്റിയുടെ ലാസ്റ്റ് പോയിന്റ് എന്നത് മാത്രമല്ല, ഈ മാറ്റത്തിലെ ഡേഞ്ചർ മുഴുവൻ അവരെ അലട്ടുന്നുണ്ട്. പുതിയ ലോകം എത്ര സുന്ദരമാണെന്ന ചിന്തയിലേക്ക് പ്രേക്ഷകരെത്തുന്ന അതേ നിമിഷം അതിലെ അപകടവും എഴുത്തുകാരൻ കാണിച്ചു തരും. ഇതിൽ തെറ്റേതാണ് ശരി ഏതാണ് എന്ന കൺഫ്യൂഷനിലും കാരൽ എന്ന നായികയ്ക്കൊപ്പം തന്നെ സഞ്ചരിക്കാൻ പ്രേക്ഷകർക്ക് കഴിയുന്നതാണ് അതിലെ മാജിക്.